നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഇന്ന് രാവിലെ പ്രശ്നവശാൽ കണ്ടതിൽ ചില കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ശനിയുടെ ഈ നിൽപ്പ് കൊണ്ട് 27 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പല വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് 27 നക്ഷത്രക്കാരിൽ പലർക്കും സാധിക്കുന്നതാണ്. അങ്ങനെ പല തരത്തിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ ഇടയുണ്ട്. എങ്കിൽ ഇന്ന് ഞാനിവിടെ 5 രാശിക്കാരെ കുറിച്ചാണ് കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്കും ഭാഗികമായ ഗുണഫലങ്ങൾ ഉണ്ടാകും, ചിലർക്ക് നെഗറ്റീവായ ഫലങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രശ്നം നമ്മൾ എടുത്തിട്ട് അങ്ങനെ പ്രശ്നം വെച്ചാൽ കണ്ട കാര്യമാണ് ഈ 5 രാശിക്കാരുടെ നില ഭദ്രമാക്കുന്നത്. ശനിയുടെ ഈ ഒരു പൊസിഷൻ കൊണ്ട് ശനി നൽകാൻ പോകുന്നത് ഈ 5 രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ്. അതിൽ പല തരത്തിലായിരിക്കും പലർക്കും വിജയങ്ങൾ ഉണ്ടാവുക. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല ആഗ്രഹങ്ങളും ഇവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ലോട്ടറി പോലുള്ള പല ഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്ന സമയം എന്ന് പറയാം. നമ്മൾ കോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ അത് ഇന്ന് നാളെ 1 കോടി രൂപ മറ്റൊരാൾ നമുക്ക് തരിക എന്നർത്ഥമില്ല. അങ്ങനെ പലതരത്തിലും നമുക്ക് സാമ്പത്തികം പല വഴിയിൽ നിന്നും ലഭിക്കേണ്ടത് കിട്ടും എന്നുള്ളതാണ്. കാരണം നമുക്ക് അർഹതപ്പെട്ട തന്നെ നമുക്ക് ലഭിക്കാൻ ഇടവരും എന്നുള്ളതാണ്. അത് പല ആൾക്കാർക്കും മുടങ്ങിക്കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പൂർവിക സ്വത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നിക്ഷേപങ്ങൾ വർഷങ്ങളായിട്ട് ബാങ്കിൽ കിടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജോലിയിൽ നിന്ന് കിട്ടാനുള്ള വേതനങ്ങളായിരിക്കാം. അങ്ങനെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പല തരത്തിലുള്ള സാമ്പത്തികവും തിരിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പൊതുവെയുള്ളൊരു ഫലമാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളുടെ ജാതകപ്രകാരം ഫലം അറിയാൻ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ജനന തീയതി, സ്ഥലം, സമയം, ജാതകമുണ്ടെങ്കിൽ ജാതകത്തിൻ്റെ കോപ്പി, ഇതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിയിക്കുക. ഞാനത് കൃത്യമായി നോക്കിയതിന് ശേഷം നിങ്ങളെ തിരിച്ച് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ഗുണകരമായി അനുഭവിക്കാൻ ഇടവരുന്ന ഒരു ചാനലായി മാറട്ടെ അഘോര വിഷൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ മലയാള മാസം കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ഇവിടെ ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഇവിടെയുള്ള പുഷ്പാഞ്ജലിയിലും പൂജയിലും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്തി അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടാനും ഭഗവാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശനി ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നർത്ഥം. പ്രശ്നവശാൽ കണ്ട കാര്യത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത്. കാരണം പ്രശ്നത്തിൽ നമ്മൾ കണ്ടത് 5 രാശിക്കാർക്ക് ജീവിതത്തിൽ ഉടനീളം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ആ രാശിക്കാർ ആരാണെന്നും അതിലെ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നമുക്ക് നോക്കാം. എന്തായാലും ആ ഭാഗ്യരാശിക്കാരാണ് ഒന്ന് മകരം രാശിക്കാരാണ്. ശനിയുടെ സ്വന്തം രാശിയായ മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഒരു ഭാഗ്യത്തിൻ്റെ കാലമാണ് ശനി നൽകാൻ പോകുന്നത്. ശനിയുടെ
ഈ നിൽപ്പ്, ഈ ഒരു പൊസിഷൻ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഉന്നതി ലഭിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും പുനരാരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ദീർഘകാലങ്ങളായിട്ട് ഇവർ കഷ്ടപ്പാടും ദുരിതവുമായിട്ടും അങ്ങനെ പലതരത്തിൽ, കാരണം ഇവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ജീവിതത്തിൽ ഒരു ഭാവി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ലഭിക്കും, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് എനിക്ക് സുഖമായ ഒരു ജീവിതം ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാവും, ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചിട്ട് പ്രയത്നത്തിന് ഫലമില്ലാതെ ഇരുന്ന ആൾക്കാർക്ക് ഈ ഒരു ശനിയുടെ ഈ നിൽപ്പ് കൊണ്ട് ഇവർക്ക് അത് ഈ നവംബർ മാസം 12-ാം തീയതി മുതൽ ലഭിച്ചു തുടങ്ങും എന്നുള്ളതിൽ തീർച്ചയുള്ള കാര്യമാണ്, സത്യമായ കാര്യമാണ്. പ്രശ്നവശാൽ കണ്ട കാര്യങ്ങൾ ഒരിക്കലും പിഴയ്ക്കാറില്ല. കാരണം കൃത്യമായിട്ടാണ് നമ്മളത് കണ്ടെത്തി അതിനെ ഈ വീഡിയോ ആക്കി പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അച്ചിട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കും എന്നുള്ളത് തീർച്ചയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഫലത്തിൻ്റെ 90% ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എന്ത് പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്നു വെച്ചാൽ ഇത് പലതരത്തിലായിരിക്കും ആൾക്കാർക്ക് പ്രവൃത്തികൾ ഉണ്ടാവുക. ചിലർക്ക് ബിസിനസ് ആയിരിക്കാം, ചിലർക്ക് വീട് വെച്ചിട്ട് അത് പകുതി വഴിക്കിൽ മുടങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം, ചിലർക്ക് സാമ്പത്തികം തടസ്സം വന്നിട്ട് ആ വർക്കുകളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടാകാം, അങ്ങനെ ചിലർക്ക് ജോലിയിൽ ശമ്പളം കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നുണ്ടാകാം. അത് എന്താണോ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വലിയ വാഗ്ദാനങ്ങളൊന്നും ജീവിതത്തിൽ പറയുന്നില്ല, നിങ്ങൾക്ക് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. കാരണം വെറുതെ കുറെ കോടീശ്വര യോഗം ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരിലും ഒരുപോലെ ഫലവത്താവണം എന്നില്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. കാരണം ചിലർക്ക് അത് ഫലവത്താണ്. അപ്പൊ നമ്മളിത് പൊതുഫലമാണ് പറയുന്നത്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഇതാണ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ അനുഭവമില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കുക. ശനി നമ്മുടെ ജാതകത്തിൽ ഗുണവാനാണോ എന്ന് നോക്കുക. ഒരു പാപഗ്രഹമായ ശനി, അപ്പൊ ശനി ഈശ്വരൻ എന്നാണ് ശനിനെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. എന്തുകൊണ്ട്? ശനിക്ക് അത്ര നന്മകൾ നൽകാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. ശനി നല്ല രീതിയിലായാൽ മറ്റുള്ള എല്ലാ ഗ്രഹത്തെക്കാളും കൂടുതൽ നന്മകൾ നമുക്ക് ചെയ്യും. എല്ലാം നൽകാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ശനീശ്വരൻ. അതുകൊണ്ട് തന്നെയാണ് ശനീശ്വരൻ എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ ശനിയെ മന്ദൻ എന്ന് വിളിക്കാറുണ്ട്, മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ടാണ്. എന്തായാലും ഈ പറയുന്ന രാശിക്കാർക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര കോവിലിലോ പോയി നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും ശനീശ്വരന് എള്ളുപായസം നേദിക്കുന്നതും വളരെ ഉത്തമമായി കാണുന്നു. എന്തായാലും നിങ്ങളുടെ ജീവിതം ശോഭനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയും അതിലത്തെ നക്ഷത്രങ്ങളും നമുക്ക് നോക്കാം. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. ശനിയുടെ ഈ ഒരു മാറ്റം കൊണ്ട് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇതേ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. വളരെ കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആലോചനയിൽ ഉണ്ടായിരുന്ന നടക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. നല്ല വിവാഹ ബന്ധനങ്ങൾ വന്നു ചേരാൻ യോഗമുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല നല്ല വിവാഹ ആലോചനകൾ വരികയും അത് നടന്നു കിട്ടാൻ യോഗം കാണുകയും ചെയ്യുന്നു. അതുപോലെ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പലർക്കും ഇത് അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് വർദ്ധിച്ചു കിട്ടാനും ഈ വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ശനി നൽകുന്നത്. ശനി ഇവരെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് ഉള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ശനീശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക. ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ശനീശ്വരായ നമ എന്ന് നിത്യം വൈകുന്നേരം ജപിക്കുന്നതും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കും. ശനിയുടെ മന്ത്രം വൈകുന്നേരം ജപിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ശനിക്ക് രാത്രി ബലം കൂടുതലാണ്. അതുകൊണ്ടാണ് ശനിയുടെ മന്ത്രം വൈകുന്നേരങ്ങളിൽ ജപിക്കാൻ പറയുന്നത്. എന്തായാലും നീരാഞ്ജന സമാനാപം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ത്വം നമാമി ശനീശ്വരം എന്ന കാര്യങ്ങളും ജപിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അതുപോലെ ശനിക്ക് ധാരാളം മന്ത്രങ്ങളുണ്ട്.
നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മന്ത്രം എടുത്ത് ജപിച്ചാലും തുല്യമായ ഫലങ്ങൾ തന്നെ ആയിരിക്കും ലഭിക്കുക. എന്തായാലും അടുത്ത രാശി ഏതാന്ന് നോക്കാം. അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർക്കാണ് ശനിയുടെ ഈ ഒരു രാശി വെച്ചാൽ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളിൽ ഒന്ന് ലഭിക്കാൻ പോകുന്നത്. ഈ പറയുന്ന മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർക്ക്, ചിങ്ങരാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമായിരിക്കും ഈ നവംബർ 12 തീയതി മുതൽ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു ഇടവേളയിൽ ശനിയുടെ ഈ ഒരു അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇവരെ തേടിയെത്തുക. കാരണം ഇവർക്ക് ഭാഗ്യം ചൊരിയും ശനി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം ഈ നക്ഷത്രക്കാർക്ക്. കാരണം ഏറ്റവും നല്ലൊരു പൊസിഷനിലാണ് ശനി നിൽക്കുന്നതും മാത്രമല്ല ഈ ഒരു രാശിവശാൽ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു സമയമായിട്ടാണ് ഈ ചിങ്ങൻ രാശിക്കാർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തരാൻ ശനിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശനിയുടെ നിൽപ്പ് കൊണ്ടും അല്ലെങ്കിൽ ശനിയുടെ ഈ രാശിയിലുള്ള ആ ഒരു നിൽപ്പ് കൊണ്ടും ഈ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നുണ്ടോ, വിദേശത്തേക്ക് പോകാൻ അവസരം വന്നു ചേരുക, അതുപോലെ വിദേശ ജോലിയിൽ ശമ്പള വർധനവില്ലാതെ വരിക, ഇതൊക്കെ ഈ സമയം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ സാധിക്കുന്നതായത് ആണ്. ഈ ചിങ്ങൻ രാശിക്കാരുടെ പല പ്രവൃത്തിയും ഈ ഒരു സമയത്ത് ഈ ഒരു ശനി അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കത് പുനരാരംഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ചിങ്ങൻ രാശിക്കാർക്ക് ഒരു മഹാഭാഗ്യം വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നവംബർ 12 തീയതിക്ക് ശേഷം അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. എന്തായാലും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. ആരെക്കൊണ്ടെങ്കിലും ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക, നിങ്ങൾക്ക് തൃപ്തിയുള്ള ആരെക്കൊണ്ടെങ്കിലും. എന്നിട്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ശനിക്ക് പരിഹാരങ്ങളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അവരെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭാഗ്യങ്ങളുടെ ഒരു സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഇനി അങ്ങോട്ട് ഉള്ള കാലം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും തടസ്സം വന്നിട്ട് നേരിട്ടിട്ടുണ്ടാകാം. അത് ഈ സമയത്ത് അത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യണം. താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും വഴിയിൽ മുടങ്ങിക്കിടക്കും. അതിനെ വ്യക്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് കയ്യെത്തുന്ന ദൂരത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നിങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തായാലും സർവ്വ സൗഭാഗ്യങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് അടുത്ത രാശി നോക്കാം. അടുത്തതായിട്ട് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർദം എന്ന ഇത്രയും നക്ഷത്രക്കാർക്ക് ശനിയുടെ ഒരു അനുകൂല ഫലമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കർമ്മസ്ഥാനത്ത് ബലമായിട്ട് ശനി നിൽക്കുന്നുണ്ട്. എന്തായാലും കർമ്മത്തിൽ ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതായിരിക്കും. കർമ്മത്തിന് ബലമുണ്ടായിരിക്കും. ശനിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് വർദ്ധിക്കും ഈ മിഥുന രാശിക്കാർക്ക്. കർമ്മത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. ഈ പ്രശ്നവശാൽ കണ്ട കാര്യത്തിലുള്ള കാര്യമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ കണ്ടകശനി ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം മാറി മറയുന്നത് നിങ്ങൾ കണ്ടോളൂ. 12 തീയതിക്ക് ശേഷം, അതായത് നവംബർ 12 തീയതിക്ക് ശേഷം മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഉന്നതമായ പല യോഗങ്ങളും വന്നു ചേരാൻ ഇടവരും എന്നുള്ളതാണ്. അത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. കാരണം ഞാൻ എന്തു ചെയ്തു, പെട്ടെന്നാണ് എൻ്റെ ഒരു വിജയം ഉണ്ടായത്, നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലായിരിക്കും ശനിയുടെ കളി. അത്രയും അനുകൂലമായിട്ടാണ് പ്രശ്നവശാൽ ശനി നിങ്ങൾക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ശനി നിങ്ങൾക്ക് ഏറ്റവും അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ ഇടവരുത്തും. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഇടവരും. ധാരാളം ഭൂസ്വത്തുകൾ ഉള്ളവർക്ക് അത് ലഭിക്കാൻ ഇടവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും മിഥുന രാശിക്കാർക്ക് ശനി അനുഗ്രഹത്തിൽ വന്ന് നിൽക്കട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ശനിയുടെ ഈ ഒരു പ്രശ്നവശാൽ കണ്ട കാര്യത്തിൽ
ജീവിതത്തിൽ വിജയം ലഭിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ ഇടവരും എന്നുള്ളതാണ് പ്രശ്നവശാൽ കണ്ടത്. ഈ നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യകാലമായിരിക്കും ശനി കൊണ്ടുത്തരിക എന്നുള്ളതിൽ സംശയം വേണ്ട. നിങ്ങളെ തേടിയെത്തും സർവ്വ സൗഭാഗ്യങ്ങളും എന്നാണ്. നിങ്ങൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു അത്ഭുതകരമായ വിജയം നേടാനും അത് ലഭിക്കാനും നിങ്ങൾക്ക് ഇടവരും. അഭിനയ രംഗത്ത്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നതായിരിക്കും പല കാര്യങ്ങളും. നിങ്ങളുടെ ജീവിതം സേഫായ ഒരു ഇടത്തിലായിരിക്കും നിൽക്കുക. സേഫ് സോണിലായിരിക്കും നിങ്ങളുടെ ജീവിതം ഈ 12-ാം തീയതിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. പല നാനാ വഴികളിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള വഴി കാണുന്നു. കാരണം പല വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും. പല അവാർഡുകൾ പോലുള്ള പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്താൻ ഇടവരുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം എന്നുള്ളതിൽ തർക്കമില്ല. ഈ മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യത. എന്തായാലും നിങ്ങളുടെ ജാതകത്തിൽ ശനി എപ്രകാരമാണോ നിൽക്കുന്നതെന്ന് പരിശോധിക്കുക. അത് മോശമായ അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ദോഷങ്ങൾ കുറഞ്ഞ് അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ ഇടവരും. എന്തായാലും ശനി മേടൻ രാശിക്കാർക്ക് ഈ പ്രശ്നവശാൽ അനുകൂലമായിട്ടാണ് 12-ാം തീയതിക്ക് ശേഷം വരുന്നത്. എന്തായാലും ശനിയുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ മെച്ചമുണ്ടാകും. വാഹന യോഗം കാണുന്നു. അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വെക്കാനും ഉള്ള വീടുകളൊക്കെ ചെറിയ മോടി പിടിപ്പിച്ച് കൊണ്ടുവരാനും വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈ 12-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വരാൻ പോകുന്നത്. എന്തായാലും മേടൻ രാശിക്കാർക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശനിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ വന്നു ചൊരിയും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. എന്തായാലും ശനീശ്വരൻ കോവിലിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്ത് ശനിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.